സ്ഥൂലമായ കർമ്മേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത്? കർമ്മേന്ദ്രിയങ്ങൾ സ്ഥൂലമല്ല. അതീവ സൂക്ഷ്മങ്ങളാണ്. ഒരു കർമ്മേന്ദ്രിയത്തിൻ്റെ പേര് പറയാം, വാഗിന്ദ്രിയം. വാഗ് അല്ലെങ്കിൽ വേണ്ടില്ല, അതിനേക്കാൾ സ്ഥൂലമെന്ന് നമ്മൾ വിചാരിക്കണത് പറയാം, കയ്യ്, പാണീന്ദ്രിയം, പാദേന്ദ്രിയം, ഉപസ്ഥേന്ദ്രിയം, പായുന്ദ്രിയം. ഇതാണല്ലോ ഈ കാണുന്ന കയ്യല്ല പാണീന്ദ്രിയം. പാണീന്ദ്രിയം കയ്യിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ഈ കാണുന്ന കാലല്ല പാദേന്ദ്രിയം, ഇത് പാദം മാത്രമാണ്. ഈ പാദത്തെ ആശ്രയിച്ച് പാദേന്ദ്രിയം പ്രവർത്തിക്കുന്നു. ഇന്ദ്രിയം സൂക്ഷ്മമാണ്. ഈ അംഗങ്ങൾ, ബാഹ്യസ്ഥാനങ്ങൾ ഒരു കേടുമില്ലെങ്കിലും ഇന്ദ്രിയം പ്രവർത്തിച്ചോളണമെന്നില്ല. ഇന്ദ്രിയം പോയിച്ചാൽ കാഴ്ചയ്ക്ക് ഇതൊക്കെ ഉണ്ടാവും, കൈയുണ്ടാവും, കാലുണ്ടാവും, പ്രവർത്തിക്കില്ല. കൈയുണ്ടെങ്കിലും ഇളവില്ല. ഇന്ദ്രിയം സൂക്ഷ്മമാണ്, പുറത്ത് കാണണമല്ല. ഇതുപോലെ തന്നെയാണ് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, 5 ജ്ഞാനേന്ദ്രിയങ്ങളും. നമ്മൾ പുറമെ കാണുന്നത് ഗോളകങ്ങൾ മാത്രമാണ്, സ്ഥാനങ്ങൾ മാത്രമാണ്. ഇന്ദ്രിയം സൂക്ഷ്മമാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും സൂക്ഷ്മങ്ങളാണ്.